ജിയാഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമിഴിനെ കണ്ട പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോരുത്തരും പ്രശ്നമാണ്. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ എല്ലാവരുടെയും, ഏത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ എല്ലാവരുടെയും പ്രശ്നമാണ്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കുറച്ച് റണ്ണിന് ശേഷം അവിടെ സ്റ്റക്കായി പോകുന്നു അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മളിത് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനലിന് ആ ഒരു എന്താണ് നമ്മുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആകുന്നത് എന്ന് മനസ്സിലാകണം അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ സ്റ്റക്ക് ആകുന്നത്, നമ്മൾ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് തീരെ ആൾക്കാരിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ചാനൽ സബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം, നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. അത് ഒരുപാട് പേരിലേക്ക് പോവും, വൈറലാവും. ഏതെങ്കിലും ഒരു വീഡിയോ വൈറലാക്കണം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അതിൻ്റെ ഒന്ന് പൈസ മേടിക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കി അതൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും ആ 2000 വ്യൂസ് നമ്മൾ അപ്ലോഡ് ആക്കി ഒരു ചിലപ്പം 10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 2000 വ്യൂസൊക്കെ വരും. വ്യൂസ് ആവുന്ന അവിടെ നിന്ന് പോകും, പിന്നെ അനങ്ങൂല അല്ലേ? പിന്നെ എപ്പോഴെങ്കിലും ഒരു 5-6 ദിവസത്തിലൊക്കെ ചിലപ്പോൾ ഒരു 100 വ്യൂസൊക്കെ കൂടിയാൽ കൂടി, ചിലപ്പം കൂടിയ വ്യൂസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോകുന്നു. ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ വീഡിയോ വൈറലാകാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിക്ക് റേറ്റ് ആണ്. അതായത് നമ്മുടെ ഷോർട്ടിൻ്റെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്, അത് എങ്ങനെയുണ്ടോ, നമ്മുടെ വീഡിയോയ്ക്ക് ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അങ്ങനെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ തമ്പനയിൽ, അതായത് നമ്മുടെ ആ ഒരു കവർ ഫോട്ടോ, ഷോർട്ടിൻ്റെ കവർ ഫോട്ടോ എത്ര അട്രാക്റ്റീവ് ആണോ അതിനനുസരിച്ച് ക്ലിക്ക് നമുക്ക് കിട്ടും. അതായത് ഒരു ഷോർട്ട് ഫീഡ് കൂടെ നമ്മളിങ്ങനെ ഷോർട്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, നമ്മുടെ വീഡിയോ ഒരാളുടെ മുന്നിൽ സമയത്ത് അയാൾ ക്ലിക്ക് ചെയ്യിക്കാനുള്ള നമ്മുടെ ഒരു കഴിവാണ് നമ്മൾ ആ ഒരു കവർ ഫോട്ടോ കാണിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അത് വേറൊരാളുടെ മുമ്പിലേക്ക് ഷോർട്ടിലെത്തുന്ന സമയത്ത് അയാളുടെ മുമ്പിലെത്തുമ്പോൾ അയാൾക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ തോന്നണം. ആ ഒരു അട്രാക്റ്റീവായ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഷോട്ടിൽ അത് ചെയ്യണം. അതായത് കവർ ഫോട്ടോ പരമാവധി ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്ലിക്ക് കിട്ടും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആവറേജ് വ്യൂ ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആവറേജ് വ്യൂ ഡയറക്ഷൻ വെച്ചാൽ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പരമാവധി നേരം ആൾക്കാർ കാണും. അതായത് ഒരു 40 സെക്കൻഡുള്ള ഷോട്ടാണെങ്കിൽ ഒരു 25 സെക്കൻഡെങ്കിലും നമ്മുടെ വീഡിയോയിൽ ആൾക്കാർ നിൽക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് യൂട്യൂബ് കൊടുക്കുകയുള്ളൂ. അതായത് യൂട്യൂബ് നമ്മളൊരു വീഡിയോ പബ്ലിക് ആകുന്ന സമയത്ത് ഒരു 10,000 പേർക്ക് യൂട്യൂബ് അയച്ചു. 10,000 പേരിലെ ഷോർട്ട് ഫീഡ് കൂടെ യൂട്യൂബ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ 10,000 പേരിൽ എത്ര പേര് ആദ്യം ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നാണ് നോക്കുക. അപ്പോൾ നമ്മളെ തമ്പനയിൽ കവർ ഫോട്ടോ അട്രാക്റ്റീവ് ആയിരിക്കണം, അതിൻ്റെ കൂടെ ടൈറ്റിലും കൂടെ കേട്ടോ, ടൈറ്റിലും കൂടെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,000 പേരിൽ ഒരു 4,000 പേര് ക്ലിക്ക് ചെയ്യുന്നു കൂട്ടിക്കോ. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എത്ര സമയം ആൾക്കാർ, അതായത് നമുക്ക് തുടക്കത്തിൽ നമ്മൾ വീഡിയോ പബ്ലിക് ആകുന്ന സമയത്ത് 10,000 പേർക്ക് ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം കവർ ഫോട്ടോ നല്ലതാണെങ്കിൽ, നമ്മുടെ ക്ലിക്ക് കിട്ടുന്ന കവർ ഫോട്ടോ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4,000 പേരൊക്കെ ക്ലിക്ക് ചെയ്യും. 10,000 പേരിൽ ഷോർട്ട് വീഡിയോ കൂടെ പോകുമ്പോൾ നല്ല അട്രാക്റ്റീവ് കവർ ഫോട്ടോ ആണ്. പക്ഷേ അതിൻ്റെ വീഡിയോ ഗുണമില്ലെങ്കിൽ, അതായത് കണ്ടന്റ് ഗുണമില്ല എന്നാണെങ്കിൽ, അത് ഇംപ്രസീവ് ആയ കണ്ടന്റ് അല്ല എങ്കിൽ, കവർ ഫോട്ടോ മാത്രമേ നല്ലുള്ളൂ എങ്കിൽ ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന അളവ് കൂടുതലാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ആവറേജ് ടൈം ആൾക്കാർ വാച്ച് കാണുകയും കൂടെ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് റണ്ണ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാകുന്ന എന്താണ്, ഈ വീഡിയോ ആർക്കും താല്പര്യമില്ല എന്ന് പറയണം. അപ്പം ഈ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കിട്ടാനുള്ള ഒരു അടിപൊളി ട്രിക്ക് എന്ന് പറയുന്നത് കവർ ഫോട്ടോ നന്നാക്കുക, അതിൻ്റെ ആവറേജ് ടൈം കുറയ്ക്കുക, നമ്മുടെ വീഡിയോൻ്റെ ടൈം പരമാവധി കുറയ്ക്കുക. ഒരു 12 സെക്കൻഡ് 15 സെക്കൻഡ് അത് ഷോട്ട് ഇടാൻ നോക്കുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 12 സെക്കൻഡ് 15 സെക്കൻഡ് ഷോട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ വീഡിയോസിൽ വന്നിട്ട് ഈ 1 മിനിറ്റുള്ള വീഡിയോനകത്ത് വന്നിട്ട് ഈ ഒരു എങ്ങനെയായാലും 3 സെക്കൻഡ് 4 സെക്കൻഡ് കാണുന്ന ആൾക്കാരുണ്ട്. 3 സെക്കൻഡ് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻഗേജ്ഡ് വ്യൂസ് ആയിട്ട് കൂട്ടുകയുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റുള്ള വീഡിയോനകത്ത് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 15 സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബിന് മനസ്സിലാകുന്നത് അവർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെയാണ്. കാരണം വീഡിയോൻ്റെ 15 സെക്കൻഡ് മാത്രമേ കണ്ടുള്ളൂ, തീരെ കുറവാണ് കണ്ട അളവ്. അതേസമയം നമ്മളെ വീഡിയോ ഒരു 20 സെക്കൻഡുള്ള വീഡിയോ ആണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ 15 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ അതേ സെയിം ആൾ ആ 15 സെക്കൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബിന് മനസ്സിലാകുന്നത് അത് നല്ല വീഡിയോ എന്നാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലായില്ല. അതായത് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ നോക്കും നമ്മുടെ വീഡിയോന്റെ അടുത്ത ഇംപ്രഷൻ, തുടക്കത്തിലെ ഇംപ്രഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഇംപ്രഷൻ കൂടുതൽ ആൾക്കാരിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംപ്രഷൻ ക്ലിക്കും ആവറേജ് വ്യൂ ഡ്യൂറേഷനും കൂടുതൽ ബെറ്റർ ആയിരിക്കണം. ഈ ഒറ്റ കാര്യം മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. കണ്ടന്റ് മാത്രമല്ല, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ക്രിയേറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും യൂട്യൂബിന് അറിയേണ്ട കാര്യമില്ല, നമ്മളെ പ്രശ്നങ്ങൾ യൂട്യൂബിന് അറിയേണ്ട കാര്യമില്ല. നല്ല ഇംപ്രഷൻ ക്ലിക്കും ആവറേജ് വ്യൂ ഡ്യൂറേഷനുള്ള വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ നല്ല രീതിയിൽ വൈറലായി പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പോയിട്ട് പരീക്ഷിച്ച് നോക്കുക. പരമാവധി ഷോർട്ട് ആക്കിയിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നല്ല ക്ലിക്ക് കിട്ടുന്ന കവർ ഫോട്ടോ ആഡ് ചെയ്യാൻ നോക്കുക. ഈ 2 കാര്യം മാത്രം ഈ 2024 നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കണ്ടന്റ് നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോ ആണെങ്കിൽ, ട്രെൻഡിങ് ആയുള്ള കണ്ടന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ റീച്ച് ആവും. അപ്പം അടുത്ത വീഡിയോ പോകാം. ബൈ.